ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരംഗരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 9. ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും. സ്ഥിതസ്സകമലോത്ഭവ സ്തവ ഹി നാഭിപങ്കേരുഹേ കുതസ്ഥിതിതമംബുദാ ഉദിതമിത്യനാലോകയൻ തദിക്ഷണകുതൂഹലാൽ പ്രതിദിശൻ വിവർത്താനനാ ചതുർവദനതാമകാൽ വികസദഷ്ടദൃഷ്ട്യാംബുജാം. പത്മസംഭവനായ ബ്രഹ്മാവ് അവിടത്തെ നാഭിയിൽ നിന്നുണ്ടായ പത്മത്തിലിരുന്നു കൊണ്ട് ഈ പൂവ് എവിടെ നിന്ന് ഈ ജലത്തിൽ ഉത്ഭവിച്ചു എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അതിൻ്റെ ഉത്ഭവം കണ്ടെത്താനുള്ള കൗതുകത്താൽ പ്രചോദിതനായ അദ്ദേഹം 4 ദിക്കുകളിലേക്കും മുഖം തിരിക്കുകയും അങ്ങനെ വികസിച്ച് താമരമലർ പോലെയുള്ള 8 കണ്ണുകളോടുകൂടിയ 4 മുഖങ്ങളുള്ള അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്തു. മഖാർണവവിഘൂർണിതം കമലമേവ തൽക്കേവലം വിലോക്യതദുപാശ്രയൻ തവ തനും തു നാലോകയൻ കയേഷ കമലോധരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്ഥിതിതമംബുജം സമജനീതി ചിന്താമഗാത്. മഹാസാഗരത്തിൽ ഒറ്റയ്ക്ക് ഇളകിയാടിക്കൊണ്ടിരുന്ന ആ താമരയെ മാത്രം കാണാൻ കഴിഞ്ഞ ബ്രഹ്മാവിനും അതിൻ്റെ ആശ്രയസ്ഥാനമായ അവിടത്തെ ശരീരം കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ വലിയ പൂവിൽ ഏകാഗിയായിരുന്ന താൻ ആരാണെന്നും ഇത് ഉത്ഭവിച്ചത് എവിടെ നിന്നാണെന്നും അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അമുഷ്യഹി സരോരുഹ കിമപി കാരണം സംഭവേദിതി സ്മ ഹൃദനിശ്ചയ സഖലു നാളരന്ധ്രാധ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീസ്ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. താൻ സ്ഥിതി ചെയ്യുന്ന താമരപ്പൂവിന് തീർച്ചയായും ഒരാശ്രയകേന്ദ്രമുണ്ടായിരിക്കുമെന്ന് വിശ്വസിച്ചുറച്ചു. ബ്രഹ്മാവ് യോഗസിദ്ധി മൂലം തനിക്ക് സംജാതമായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് താമരത്തണ്ടിലെ ദ്വാരത്തിലൂടെ കീഴോട്ടിറങ്ങിച്ചെന്നു. പക്ഷേ അതിബുദ്ധിമാനായിരുന്നിട്ടും അദ്ദേഹത്തിന് അങ്ങയുടെ മോഹന കളേബരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. തതസ്സകലനാളിക വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിവപി നൈവ സന്തൃഷ്ടവാൻ നിവൃത്യ കമലോധരേ സുഖനിഷണ്ണ ഏകാഗ്രധീ സമാധി ബലമാദദേ ഭവദനൈഗ്രഹൈകാഗ്രഹീ. 100 വത്സരം മുഴുവൻ താമരത്തണ്ടിലെ സർവ്വദോരങ്ങളിലും സൂക്ഷ്മ സ്വരൂപിയായി തിരച്ചിൽ തുടർന്ന് ബ്രഹ്മാവ് വളരെ പണിപ്പെട്ടെങ്കിലും ഒന്നും ദർശിക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞു. പിന്നീട് അദ്ദേഹം താമരപ്പൂവിനുള്ളിൽ തന്നെ സ്വസ്ഥമായി ഏകാഗ്രചിത്തതയോടെ അങ്ങയുടെ അനുഗ്രഹമാശിച്ച് സമാധിയിലിരുന്നു. ശതേന പരിവത്സരൈ ദൃഢസമാധിബന്ധോല്ലസൽ പ്രബോധ വിശദീകൃത സകലു പത്മനീ സംഭവ അദൃഷ്ടചരമത്ഭുതം തവ ഹി രൂപമന്തർദൃശാ വ്യജഷ്ടപരിതുഷ്ടധീർഭുജഗഭോഗഭാഗാശ്രയം.
100 വർഷം നീണ്ടുനിന്ന ഘോര സമാധിയാൽ വീണ്ടുകിട്ടിയ ജ്ഞാനം മൂലം പരിശുദ്ധമായി തീർന്ന മനസ്സോടുകൂടിയ ബ്രഹ്മാവ് പണ്ടൊരിക്കലും ഞാൻ ദർശിച്ചിട്ടില്ലാത്തതും അത്ഭുതകരവും സർപ്പശരീരത്തിൽ വിശ്രമം കൊള്ളുന്നതുമായ അങ്ങയുടെ കോമള വിഗ്രഹത്തെ ജ്ഞാനദൃഷ്ടി മൂലം ആനന്ദപരവശനായി ദർശിച്ചു. കിരീടമകുടോല്ലസൽ കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിപീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസൽ കൗസ്തുഭം ബപുസ്തദൈഭാവയേ കമലജന്മനേ ദർശിതം. ഹേ ഭഗവാൻ, കിരീടമകുടങ്ങളാൽ പ്രകാശം പൂണ്ടതും കൈവള, മാല, കുണ്ടലം എന്നിവയോടുകൂടിയതും രത്നങ്ങളാൽ പ്രകാശം ചൊരിയുന്ന അരഞ്ഞാണമണിഞ്ഞതും ആകർഷകമായണിഞ്ഞ പീതാംബരത്തോടെയുള്ളതും കളായ കുസുമത്തിൻ്റെ കാന്തി ചൊരിയുന്നതും മിന്നുന്ന കൗസ്തുഭരത്നം കഴുത്തിലണിഞ്ഞതും ബ്രഹ്മദേവനാൽ ദർശിക്കപ്പെട്ടതുമായ അങ്ങയുടെ ശരീരത്തെ ഞാൻ ഏകാഗ്രതയോടെ ധ്യാനിക്കുന്നു. ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമപൈഷ്യദൃഷ്ട്യാദൃശോ കുരുഷധിയമാശു മേ ഭുവനനിർമ്മിതൗ കർമ്മഠാമിതി ദ്രുഹിണവർണിത സുഗുണഭം ഹിമാ പാഹി മാം. എല്ലാ വേദങ്ങളിലും വ്യക്തമാക്കപ്പെട്ട അത്ഭുത പ്രഭാവങ്ങളോടുകൂടി ലക്ഷ്മീദേവിയുടെ നാഥനായി ഭൂമിയെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ദേവ, അവിടുന്ന് വിജയീഭൂതാക. ഭാഗ്യവാനായ എനിക്ക് അങ്ങയെ ദർശിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നു. അങ്ങ് എൻ്റെ ബുദ്ധിശക്തിയെ ഭുവന സൃഷ്ടോന്മുഖമാക്കുക. ഈ വിധം ബ്രഹ്മാവ് വർണ്ണിച്ച ഗുണബാഹുല്യമുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കണേ. ലഭസ്വഭുവനത്രയീ രജനദക്ഷതാമക്ഷതാം ഗൃഹാണമതനുഗ്രഹം ഗുരുതപശ്ച ഭൂയോ വിദേ ഭവത്വഖില സാധനേ മയി ച ഭക്തിരത്യുൽക്കടേതുദീരഗിരമാധഥ മുദിതചേതസം വേദസം. ഹേ ബ്രഹ്മാവേ, അങ്ങ് അപാകതകളില്ലാത്ത ത്രിഭുവന നിർമ്മിതിക്കുള്ള കരുത്താർജിക്കുക. എൻ്റെ അനുഗ്രഹം സ്വീകരിച്ച് പിന്നെയും തപസ്സു ചെയ്യുക. എല്ലാം നിറവേറ്റുന്നതും അത്യുൽക്കടവുമായ ഭക്തി അങ്ങയ്ക്ക് എൻ്റെ നേരെയുണ്ടാകട്ടെ. അവിടുന്ന് ഈ വാക്കുകൾ അരുളിച്ചെയ്ത് ബ്രഹ്മാവിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചു. ശതം കൃതതപാസ്ഥത സകലു ദിവ്യ സംവത്സരാനവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദ്ദിശ്യ കില കമ്പിതം പയസി പങ്കജം വായുന ഭവദ്ബലവിജൃംഭിത പവനപാദസീപീതവാൻ. പിന്നീട് ബ്രഹ്മാവ് 100 സംവത്സരം തപസ്സനുഷ്ഠിക്കുകയും പൂർവാധികം തപോബലവും മനോബലവും നേടുകയും ചെയ്തു. തൻ്റെ ആസ്ഥാനമായ താമരപ്പൂവ് കാറ്റേൽക്കയാൽ വെള്ളത്തിൽ ഇളകിയാടുന്നത് കണ്ട് ബ്രഹ്മാവ് അങ്ങയുടെ ബലത്താലുണ്ടായ സിദ്ധികളോടെ വായുവിനെയും വെള്ളത്തെയും പാനം ചെയ്തു. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സാ പ്രഗൽപ്യ ഭുവനത്രയീ പ്രവവൃതേ പ്രജാ നിർമ്മിതൗ തഥാവിധ കൃപാപരോ ഗുരുമരുൽപുരാദീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. അങ്ങയുടെ കാരുണ്യത്താൽ അദ്ദേഹം ആ താമരപ്പൂവ് കൊണ്ട് ത്രിഭുവനങ്ങളെ സൃഷ്ടിക്കുകയും പ്രജാനിർമ്മിതിയിൽ മുഴുകുകയും ചെയ്തു. ഇപ്രകാരം കരുണാസാഗരനായിരിക്കുന്ന ഗുരുവായൂരപ്പ, കൃപയാൽ നനച്ച വീക്ഷണങ്ങളെക്കൊണ്ട് അവിടുന്ന് എന്നെ പരിപാലിക്കണേ. ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീജഗദംബികായേ നമഃ.